സുനിഷ, നമ്മൾ കുട്ടികളെക്കുറിച്ച് പറയുകയാണ്. ക്യാമ്പസിൽ പഠിക്കുന്ന, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെക്കുറിച്ച് ഈ ചർച്ച നമുക്ക് മടുത്തു. യഥാർത്ഥത്തിൽ ദിവസങ്ങളായി നമ്മൾ അക്രമത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ ഈ കുട്ടികളുടെ പൊളി വൈബ് ഒന്നറിയണം. നമ്മുടെ എല്ലാ കുട്ടികളും ഇങ്ങനെയല്ല എന്നറിയണം. ഇനി ഏതെങ്കിലും കുട്ടികൾ ഒന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ നമുക്കൊന്ന് ചേർത്ത് പിടിക്കണം സുനിഷ. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എപ്പോ ചെയ്യാനാണ്? റോഷ്നി, ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. ഏതായാലും ഈ പറഞ്ഞതുപോലെ കുട്ടികളുടെ പോക്ക് ഇത് എങ്ങോട്ടാണ് എന്നൊക്കെയാണ് ചോദ്യം വരുന്നത്. ഏറെക്കുറെ കുട്ടികളെല്ലാം പ്രശ്നക്കാരാണോ എന്ന ചോദ്യമൊക്കെയും വരുന്നുമുണ്ട്. പക്ഷേ അങ്ങനെയല്ല എന്ന് പറയുകയാണ് നമ്മുടെ ഗവൺമെൻറ് ആർട്സ് കോളേജിലെ കുട്ടികളാണ്. ഇതാ, അങ്ങനെയാണോ? എല്ലാവരും പ്രശ്നക്കാരാണോ? അല്ലല്ല, പ്രശ്നക്കാരൊന്നുമല്ല. പിന്നെ എന്താണ് നിങ്ങളിങ്ങനെ എല്ലാവരും എന്തെങ്കിലും ഒരു സ്ഥലത്തൊരു പ്രശ്നം വരുമ്പോൾ കുട്ടികളെല്ലാം ഒരു പ്രശ്നക്കാരാണ്, അങ്ങനെയുള്ള രീതിയിലേക്ക് മാറുന്നുണ്ടോ? അത് സൊസൈറ്റിക്കെതിരെ നമ്മൾ കുട്ടികൾ പ്രവർത്തിക്കുമ്പോൾ, അതിനെ എതിർക്കുമ്പോൾ സൊസൈറ്റിക്ക് വരുന്ന നെഗറ്റീവുള്ള അഭിപ്രായങ്ങളാണ് നമുക്കെതിരെ വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, ഈ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഓരോ നെഗറ്റീവ് നമ്മൾ ഓരോന്നും കണ്ടുപിടിച്ച് പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ അവർക്ക് പൊതുവെ വിദ്യാർത്ഥികളെ പിടിക്കത്തില്ല. കോളേജിൻ്റെ ചെയർമാൻ കൂടിയുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നതേ, സാധാരണ രീതിയിൽ എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഈ റാഗിങ്ങും പല സാധനങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ കൊലപാതകം നടക്കുന്നു, ചെറിയൊരു പ്രശ്നം നടന്നാൽ മതി, അപ്പോൾ തന്നെ ആ സുഹൃത്തിനെ അങ്ങ് അടിച്ച് കൊന്നേക്കാം എന്നുള്ളൊരു തിങ്കിങ്ങിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്, ഒരു ചെറിയ ഭാഗമെങ്കിലും. പക്ഷേ അങ്ങനെ നിങ്ങളെയും വിലയിരുത്തുന്നു എന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായും നമുക്കിപ്പോൾ ഒരു കാര്യം നടക്കുമ്പോൾ ആ ഒരു സംവിധാനത്തെ മുഴുവനായിട്ട് ബാധിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ഏതൊരു വിഷയം എടുത്താലും, യുവതലമുറയല്ല, മറിച്ച് സമൂഹത്തിലെ ഏത് പ്രശ്നം എടുത്താലും അത് ജനറലൈസ് ചെയ്ത് എല്ലാവരും ഒരു തോതിൽ അങ്ങ് പറയുകയാണ് പതിവ്. എന്നാൽ ഇപ്പോൾ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സമകാലികമായി സമൂഹത്തിൽ നേരിട്ട് വരുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഈ തണലേക്ക് തന്നിരുന്നവർ നമ്മളെ നേരായ രീതിയിൽ, അല്ലെങ്കിൽ ജനറേഷൻ മനസ്സിലാക്കി, തലമുറകൾ മനസ്സിലാക്കി അവർ പ്രവർത്തിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നുപെട്ടുപോയ കാര്യങ്ങളാണ്. പറയുമ്പോഴേ നിങ്ങൾക്ക് വിഷമമാറുണ്ട്? കാരണം നിങ്ങളെല്ലാം ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ അയ്യോ ഞങ്ങളൊക്കെ ഇതിൽ പെടുന്ന ആളുകളാണ്, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്? ഇല്ല ഇല്ല, ചില സമയത്ത് തോന്നാറുണ്ട്, വിഷമമാറുണ്ട്. ഈ പറഞ്ഞതുപോലെ ഈ സെൻഡ് ഓഫ് സമയത്തൊക്കെ കഞ്ചാവ് കിട്ടുന്നു, അങ്ങനെയൊക്കെയുള്ള സംഭവമൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും സന്ദർഭം ഈ സെൻഡ് ഓഫ് ഒക്കെ നിങ്ങൾ ആഘോഷിച്ചത് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഓർക്കുന്നുണ്ട്? സെൻഡ് ഓഫ് ആഘോഷിച്ചിട്ടുണ്ട്. ലഹരി ഉപയോഗിച്ച് ആഘോഷിക്കാറില്ല, ആഘോഷിച്ചിട്ടുമില്ല, ആഘോഷിക്കാൻ തീരുമാനവും ഇല്ല. ഇതാണ് റോഷ്നി, ഈ ക്യാമ്പസിലെ കുട്ടികൾക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. അതായത് ഒന്നോ രണ്ടോ ആളുകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെ പേരിൽ ഈ പറയുന്ന എല്ലാം ഇവരെല്ലാം പഴി കേൾക്കേണ്ടി വരുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ്. പലരും ഇവിടെ മിണ്ടാൻ, സംസാരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ നിങ്ങളെയൊക്കെ കുറ്റപ്പെടുത്തുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നു? കുറ്റപ്പെടുത്തുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, പിന്നെ കുറ്റപ്പെടുത്തിയ ബുദ്ധിമുട്ട് കാണത്തില്ല. അങ്ങനെ ഈ ഇത്തരത്തിൽ പറയുന്ന ആളുകളോട്, അതായത് പൊതുവായി ഈ പറയുന്ന കുട്ടികൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നവരോട് എന്താ പറയാനുള്ളത്? എന്ന് ചോദിച്ചാൽ ഒരാളെ വിലയിരുത്തുമ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു റൂട്ടിൽ പോകുന്നുണ്ടോന്ന് ആദ്യം മനസ്സിലാക്കണം. എല്ലാവരും അങ്ങനെയല്ല, അതാണ് എല്ലാവരും അങ്ങനെയല്ല. ഇവരിങ്ങനെ നിങ്ങളുടെ ലഹരി എന്താണ്? നിങ്ങളുടെ ലഹരി എന്തിനോടാണ്? അതെ, സർഗാത്മകതയാണ് നമ്മുടെ ലഹരി. അതാണ് റോഷ്നി, അവർക്ക് രോഷം പ്രകടിപ്പിക്കാനുണ്ട്. അവരുടെ ജീവിതത്തിന്റെ ലഹരി എന്ന് പറയുന്നത് മറ്റു പലതുമാണെന്ന് ആ കുട്ടികൾ പറഞ്ഞു വെക്കുകയാണ്. അതാണ് നമ്മുടെ യൂത്തന്മാരാണ് നമ്മളോട് സംസാരിക്കുന്നത്.